അക്യുപഞ്ചറിസ്റ്റുകൾക്കുള്ളൊരു ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളടുത്ത് വരുന്ന ഒരു 80% കേസുകളും എല്ലാ ചികിത്സയും ചെയ്തിട്ട് ഭേദമില്ലാതെ വരുന്നതാണ്. അപ്പം അവർക്ക് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കൊടുത്തിട്ട് ആ അസുഖം മാറ്റിയെടുക്കുമ്പോൾ ആ രോഗിക്ക് ഏറ്റവും വലിയ ഡോക്ടർ ആരാ? അത് ശരി, നമ്മൾ തന്നെയാണ്. നസീർ ബാബ സാറ് അല്ലേ? സ്ഥലം എവിടെയായിരുന്നു സാറേ? സ്ഥലം പൊന്നാനി. പൊന്നാനി. നമ്മൾ ചാവക്കാട് അങ്ങനെയാണ് അധികം ഈ ഭാഗത്ത് നിന്ന് പറയാറുള്ളത്. എന്തായാലും പൊന്നാനി, എടപ്പാട് ഭാഗത്തൊക്കെ ചികിത്സ ചെയ്യുന്നില്ലേ? ഉണ്ട്, എടപ്പാടുണ്ട്, പൊന്നാനി, പിന്നെ പൊന്നാനിയിൽ വീട്ടിലുണ്ട്, അതുപോലെ ചാവക്കാടുണ്ട്, ചാവക്കാട് അതുപോലെ കേച്ചേരിയിലുണ്ട്, കുന്നംകുളത്തുണ്ട് അല്ലേ? ആ ഏരിയയിൽ മൊത്തമായിട്ട് അല്ലേ ഉണ്ട്. എന്തായാലും എടപ്പാള് ഒരു അലോപ്പതി ക്ലിനിക്ക് തന്നെയാണ്. അലോപ്പതി ക്ലിനിക്ക് തന്നെയാണല്ലേ? അതുപോലെ ചാലശ്ശേരിയിലെ ഒരു അലോപ്പതി ക്ലിനിക്കിലുണ്ടായിരുന്നു, പാറപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അലോപ്പതി ക്ലിനിക്കിലുണ്ടായിരുന്നു. എനിക്ക് ഇത് തന്നെയാണ് ചോദിക്കാനുള്ളത് സാറ്. അലോപ്പതി മേഖലയിൽ നിന്ന് അല്ലെങ്കിൽ മരുന്ന് ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയിൽ നിന്നാണല്ലോ അക്യുപഞ്ചർ പഠനത്തിലേക്ക് വരുന്നത്. ഇതിന് അതിൻ്റെതായ ഒരു കാരണം ഉണ്ടാവും. ഞാൻ മനസ്സിലാക്കുന്നത് അൺലൈൻ ചെയ്യുക, പഠിച്ചൊരു സംഗതിനെ മാറ്റി വേറൊരു സംഗതിയിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫ് ടാസ്ക്കാണ് അല്ലേ? ഈ രീതിയിൽ നോക്കുമ്പോൾ നമ്മൾ ഈ മരുന്നില്ലാത്ത ചികിത്സയിലേക്ക് മരുന്ന് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന ഒരു വ്യക്തി വരുമ്പോൾ ഭയങ്കര കേൾക്കുമ്പോൾ തന്നെ ഒരു വിരോധാഭാസം തോന്നുന്നുണ്ട്. ഇത് എങ്ങനെയായിരുന്നു സാറേ എൻട്രി ഇതിലേക്കുള്ള? അതൊരു 9 വർഷം മുമ്പാണ് ഞാൻ ആദ്യമായിട്ട് അക്യുപഞ്ചർ എന്ന ഒരു വാക്ക് കേൾക്കുന്നത്. അതെൻ്റെ ഒരു സുഹൃത്ത് ഉംറക്ക് പോയപ്പോൾ അവരുടെ വൈഫ് ഇരുന്ന് നിസ്കരിക്കുന്ന കണ്ടപ്പോൾ ഒരാൾ പറഞ്ഞതാണ് അക്യുപഞ്ചർ എന്നൊരു ചികിത്സ ഉണ്ട്, അപ്പോൾ അത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും നിസ്കരിക്കാൻ പറ്റും, മുട്ടുവേദനയൊക്കെ മാറും എന്ന് പറഞ്ഞപ്പോൾ അവർ എന്നോട് വന്നിട്ട് പറഞ്ഞു. അന്ന് ഞാൻ മെഡിക്കൽ റെപ്പായിട്ട് വർക്ക് ചെയ്യണം. എന്നോട് വന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ശരിക്കും പഠിച്ചത് ഇപ്പോൾ അക്യുപഞ്ചർ എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ അത് വേണം, നമ്മളതിനെ നിരുത്സാഹപ്പെടുത്തുക തന്നെയാണ് ചെയ്യുക. പക്ഷെ അവർ പോയി ചെയ്യുമ്പോൾ വണ്ടി വിളിച്ച് കാറിൽ പോവുകയാണ്. അപ്പോൾ എന്നോട് ഒന്ന് കൂടെ വരാൻ പറഞ്ഞു. അപ്പോൾ ആ ടൈമിലാണെങ്കിൽ ഞാൻ എൻ്റെ വൈഫിന് ബാക്ക് പെയിൻ വന്നിട്ട് 3 ഡോക്ടറെ കാണിച്ചിട്ട് മാറാതിരിക്കുകയാണ്. നമ്മളൊരു അലോപ്പതി ഫീൽഡിലാവുമ്പോൾ സ്വാഭാവികമായിട്ടും അലോപ്പതി ഡോക്ടറെ തന്നെയാണല്ലോ കാണിക്കുക. മറ്റ് ചികിത്സകളൊക്കെ നമുക്ക് സ്യൂഡോ സയൻസ് എന്നുള്ള ലെവലിലാണ് നമ്മൾ കാണാറുള്ളത്. അപ്പോൾ അത് അലോപ്പതിയിൽ ഈ ഓർത്തോനെ കാണിച്ചു. അപ്പോൾ അവർ പെയിൻ കില്ലറും അതുപോലെ മറ്റ് ബാമുകളൊക്കെ എഴുതിത്തരും, റെസ്റ്റ് എടുക്കാനൊക്കെ പറയും, എന്നിട്ടും ഭേദമില്ല. അപ്പോൾ ന്യൂറോളജിസ്റ്റിനെ കാണിച്ച് അപ്പോഴും ഭേദമില്ല. വീണ്ടും നമ്മൾ ഈ DPMR എന്ന് പറയും, ഈ വാതരോഗ ഡോക്ടർ, അവരും കാണിച്ചിട്ടൊന്നും ഭേദമില്ലാതെ ഇരിക്കുന്ന ടൈമിലാണ് ഇദ്ദേഹം ഇത് പറഞ്ഞത്. ഇതൊരു എൻട്രിക്ക് വേണ്ടി പറഞ്ഞതുപോലെ തോന്നി നമുക്ക്. അപ്പോൾ അങ്ങനെ ഞാൻ വണ്ടിയിൽ കയറിയിരിക്കും. അല്ലാതെ ഈ അക്യുപഞ്ചർ ചികിത്സേനോട് വലിയ പ്രത്യേകിച്ച് അത് ചെയ്താൽ അത് മാറും എന്നുള്ള വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർ നിർബന്ധിച്ചപ്പോൾ വണ്ടി ഇരുന്ന് അങ്ങനെ കുറേ ദൂരെ പോയി, പാലക്കാടാണ്. അവിടുന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ അവർക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ എൻ്റെ വൈഫിനും ട്രീറ്റ്മെൻറ്റ് എടുത്തു. അപ്പോൾ ആദ്യത്തെ ആഴ്ച ഞാൻ അവരോട് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, ഇത് കണ്ടപ്പോൾ പറഞ്ഞത് നമ്മളിപ്പോൾ ഇത്രയും 3 ഡോക്ടർ പരാജയപ്പെട്ടു കൊടുത്ത് ഇപ്പോൾ ആ ഡോക്ടർ അക്യുപഞ്ചറിസ്റ്റ് ഇങ്ങനെ പൾസ് നോക്കി തുമ്പിൽ ഇങ്ങനെ നീഡിൽ ചെയ്ത് എങ്ങനെ മാറുക എന്നുള്ളൊരു അതൊരു വിശ്വാസമില്ലായ്മ. അപ്പൊ ഞാൻ അവരോട് പറയുന്നതെന്ന് വെച്ചാല്, ഇത് ചിലപ്പോ ഇതോട് മാറുമെന്ന് തോന്നുന്നില്ല, പക്ഷെ ഇവിടെ ചിലർക്ക് മാറുണ്ടാവും. അതെങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് ലിസ്റ്റ് ഇട്ടിട്ട് ഇവിടെ വരുന്നവരെ പേരൊക്കെ എഴുതിയെടുക്കും. എന്നിട്ട് അടുത്തുള്ള വല്ല പ്രാർത്ഥന സഹസിലൊക്കെ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് മാറും. അല്ലാതെ ഇപ്പൊ ഈ നീട്ടിലോണ്ട് ഇത് മാറും തോന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ 2-3 ആഴ്ച അങ്ങനെ പോയി. ഞങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ വണ്ടിയിൽ പോകും, അവിടുത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കറങ്ങി മലമ്പുഴ ഇതൊക്കെ പോയിട്ട് അങ്ങനെ വരും. അങ്ങനെ 3 പോലെ കണ്ട് ഞാൻ മനസ്സിലും അങ്ങനെ തന്നെ കൊടുത്ത്. പക്ഷെ ഈ ഒരു 3 ആഴ്ച കഴിഞ്ഞപ്പോൾ നല്ല റിസൾട്ടുകൾ തന്നെ പറയാൻ തുടങ്ങി. മരുന്നൊന്നും കഴിക്കാതെ തന്നെ, അതിനു മുമ്പൊക്കെ മരുന്ന് കഴിച്ചിട്ടാണ് പെയിൻ വരുമ്പോൾ മരുന്ന് കഴിക്കും, കൂടുതൽ എന്തെങ്കിലും ജോലി എടുത്താൽ അപ്പം പെയിൻ വരും, മരുന്ന് കഴിക്കാം, അങ്ങനെ വരും. പക്ഷെ ഈ 3 ആഴ്ച മരുന്നൊന്നും കഴിച്ചില്ല. അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരുന്നൊന്നും കഴിക്കരുതെന്ന് പറഞ്ഞ് മരുന്നൊക്കെ ഒഴിവാക്കി. അപ്പോൾ എനിക്കിത് എന്താ സംഭവം എന്ന് അറിയാനൊരു കൗതുകമായി. അങ്ങനെ ഞാൻ അവിടെ പോയപ്പോൾ ഞാൻ അവർ സംസാരിച്ചു. അപ്പോഴാണ് അക്യുപഞ്ചറിനെ കുറിച്ചും ഇത് ശരീരത്തിൽ മരുന്നുകളൊന്നും ഇല്ലാതെ ശരീരം തന്നെ അസുഖം മാറ്റും, അതിന് സൗകര്യം ചെയ്ത് കൊടുത്താൽ മതി, അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടി അങ്ങനെയാണ് അക്യുപഞ്ചർ അക്കാദമിയിലെ നമ്പർ കിട്ടിയതും അവിടുന്ന് പഠിച്ചതും. പഠിച്ചിറങ്ങിയപ്പോൾ പിന്നെ ആ സമയത്ത് പിന്നെ എൻ്റെ ഫീൽഡ് തന്നെ ഞാൻ മറന്നു എന്നുള്ളതാണ്.
ഫീൽഡ് മാറുന്നിട്ട് ഫുൾ ടൈം അക്യുപഞ്ചർ എന്താണ്, എങ്ങനെയാണ്, അത് ഏതൊക്കെ രോഗത്തിനാണ്, എങ്ങനെയാണ് പഠിക്കുക, അത് ആ ഒരു രീതിയിൽ പഠിച്ചിറങ്ങി ആ ഫീൽഡ് ഫുള്ള് ഞാൻ ഒഴിവാക്കി. അന്ന് മുതൽ 9 വർഷം ആയിപ്പോൾ വീട്ടിലും അതുപോലെ 3-4 ക്ലിനിക്കിലുമായിട്ട് പ്രാക്ടീസ് തുടങ്ങിയാണ്. അതാണ്, അതിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പോൾ അടുത്തത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ മരുന്നുള്ള ചികിത്സയിൽ നിന്നും മരുന്നില്ലാത്ത ചികിത്സയിലേക്ക് നിങ്ങളെ പരിചയക്കാരെ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ അവർ വീണ്ടും തയ്യാറാകുന്നുണ്ടോ? നിങ്ങൾ വിളിക്കാറുണ്ടോ ഇന്ന ചികിത്സ? അവരൊക്കെ നമ്മൾ പറയുന്ന അതല്ല ശരി, അന്ന് നമ്മൾ പറയുന്ന നമ്മളെ വിശ്വസിച്ചുകൊണ്ടാണല്ലോ അതൊക്കെ അവർ വിശ്വസിച്ചിരുന്നത്. മെഡിസിനെ പറ്റിയും ഡോക്ടറെ പറ്റിയും ലാബിനെ പറ്റിയൊക്കെ. ആ നമ്മളിപ്പോൾ പറയുന്നത് അതൊന്നും വേണ്ട, നിങ്ങളെ അസുഖം അക്യുപഞ്ചറിൽ മാറുന്ന പറയുമ്പോൾ അവര് അതെല്ലാം ഉൾക്കൊള്ളും, തീർച്ചയായിട്ടും. അത് മാത്രല്ല, അവരിൽ ഒരുപാട് പേരെ നമ്മൾ അക്യുപഞ്ചറിസ്റ്റുകളാക്കിയിട്ടുണ്ട്. ഓരോ വീടുകളിലും അക്യുപഞ്ചറിസ്റ്റുകളുണ്ട്. നിങ്ങളെ വൈഫ് പഠിച്ചിട്ടുണ്ടോ? ആ വൈഫ് പഠിച്ചിട്ടുണ്ട് ഇപ്പോ. പിന്നെ പെങ്ങള് പഠിച്ചിട്ടുണ്ട്, പിന്നെ അനുജന്മാരെ 3 വൈഫുമാരെ പഠിച്ചിട്ടുണ്ടല്ലേ. എന്തിനാ ഇങ്ങനെ പഠിപ്പിക്കുന്നവര്? അത് എന്താ പറയാ, മുമ്പ് അവരെ മക്കൾക്കൊക്കെ ഞങ്ങള് ഇപ്പൊ അനുജന്മാരാണെങ്കിലും പെങ്ങന്മാരാണെങ്കിലും ഒക്കെ അവർക്കൊക്കെ വേറെ വേറെ വീടുകളല്ലേ. അപ്പൊ നമ്മളെ ഒറ്റ വീട്ടിലല്ലല്ലോ എല്ലാരും. അപ്പൊ അവർക്കൊക്കെ അവരെ മക്കൾക്കൊക്കെ അസുഖം വന്നാല് നമ്മളെ വിളിക്കും. അന്ന് ചിലപ്പോൾ ഡോക്ടറെ അടുത്തേക്ക് നമ്മളെ കൊണ്ടുപോകേണ്ടി വരിക, അല്ലെങ്കിൽ നമ്മൾ മെഡിസിൻ കൊടുക്കേണ്ടി വരും, നമ്മൾ അതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണ്ടേ. ഇപ്പൊ നമ്മളൊന്നും ചെയ്യണ്ട. അവരത് പഠിപ്പിച്ചപ്പോ ഓരോ വീടുകളിലും അവരെ മക്കൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ, ഒരു പനി വന്നു കഴിഞ്ഞാൽ വരെ വിളിക്കൂല. കാരണം എന്താ, പനി എന്താന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവരിത് അക്യുപഞ്ചർ പഠിച്ചവര് പനി എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞവര് നമ്മളെ വിളിച്ചിട്ട് പേടിച്ചിട്ട് പനി 2 ദിവസമായിട്ട് കുട്ടിക്ക് പനി ഉണ്ടല്ലോ എന്ന് പറയില്ല. അവർക്ക് ചീത്ത കേൾക്കും. കാരണം എന്താ, പനി വന്നാല് പനിച്ച് മാറും. ഒരു എക്സ്പീരിയൻസ് അവർക്ക് തീർച്ചയായിട്ടും ആയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അതൊന്നും അവരെ ഫാമിലിയിലുള്ള അവരെ മക്കളെ കാര്യമൊന്നും നമ്മൾ ഇടപെടണ്ട. അവരെന്നെ അൽഹംദുലില്ലാ അതൊക്കെ വലിയൊരു കാര്യം കേട്ടാ. അതൊക്കെ വലിയൊരു കാര്യം തന്നെയാണ്. കാരണം സാമ്പത്തികമായിട്ടും മാനസികമായും ശാരീരികമായും അവർക്ക് വലിയൊരു നേട്ടം, നമുക്ക് എല്ലാവർക്കും ഇത് പഠിച്ചവർക്കൊക്കെ വലിയൊരു നേട്ടം കിട്ടി. മാനസികമായിട്ട് കിട്ടൂലേ, രോഗഭയം ഉണ്ടാവില്ല. രോഗഭയം ഉണ്ടാവില്ല. എന്ത് അസുഖം വന്നാലും നമുക്ക് ശരീരം മാറ്റും എന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട്. അതുപോലെ ശാരീരികമായിട്ട് ശരീരത്തിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. എന്ത് പ്രശ്നം വന്നാലും എന്ത് ചെയ്യണമെന്ന് നമുക്കറിയാം. ഇനിയൊന്ന് ഇപ്പൊ ശരീരത്തിനൊക്കെ ഇപ്പൊ നമ്മൾ കൂടുതൽ യാത്ര ചെയ്തിട്ടും ഓവറായിട്ട് വർക്ക് ചെയ്തിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ആ രാത്രിത്തെ ഭക്ഷണം ഒഴിവാക്കും, നേരത്തെ കിടക്കും, നേരം വിളിക്കുമ്പോഴത്തേക്കും സെറ്റായി അല്ലേ. ഇത് ചിലർക്ക് അറിയില്ല. ചിലരെന്താ ചെയ്യാന്ന് വെച്ചാല് ഭക്ഷണം കഴിക്കുന്നതിനൊന്നും കുറവ് വരുത്തൂല, നേരത്തെ കിടക്കൂല, എന്നിട്ട് നേരം വെളുത്തു കഴിഞ്ഞാൽ ആ ബുദ്ധിമുട്ട് ഡബിളായി ഉണ്ടാവും. എന്നിട്ട് വേറെ ഡോക്ടർ എവിടെയെന്ന് പറഞ്ഞിട്ട് പേടിച്ച് തിരഞ്ഞെടുക്കും. അതിന് പകരം വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ചെയ്യാം. അതുണ്ട്. അത് ഇത് പഠിച്ചാൽ തന്നെ കിട്ടും. ഞാൻ വൈഫ് പഠിച്ച സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. കൊറോണ വന്ന സമയത്ത് ഞാൻ കുറച്ചൊരു പാനിക്കായിട്ടുണ്ട്. അപ്പൊ വൈഫിന് ഒരു പ്രശ്നമില്ല. അപ്പോൾ ഞാൻ നോക്കിയിട്ടുണ്ട്, പറയുമ്പോൾ 10 വർഷത്തോളം ആ സമയത്ത് തന്നെ ഈ ഒരു ചികിത്സയും ഈ ഒരു ലൈഫ് സ്റ്റൈലിലാണ് ഞാനുള്ളത്. ഇത് പഠിച്ചതിന് ശേഷമാണ് ശരിക്കും കൊറോണ വന്നതിന് ശേഷം ഒമിക്രോൺ വന്നല്ലോ, ആ പേര് വന്നപ്പോൾ എനിക്ക് അതൊരു തമാശയായിട്ടാണ് തോന്നിയത്. ഇപ്പൊ എല്ലാവർക്കും കൊറോണ ഒരു തമാശയായി തോന്നില്ലേ? ഇതേപോലെ തന്നെ തമാശ തോന്നിയിട്ടുണ്ടെങ്കിൽ, പക്ഷെങ്കിൽ നമ്മളെ ഫാമിലിയിൽ ആ ഒരു വൈബ് ഉണ്ടാകാൻ, ആ ഒരു രോഗഭയം ഇല്ലാത്തൊരു അവസ്ഥ ഉണ്ടാകണമെങ്കിൽ ഓരോരുത്തരും പഠിക്കുക തന്നെ വേണം തോന്നിപ്പോയിട്ടുണ്ട്. എന്തായാലും ഇത് നല്ലൊരു തിരിച്ചറിവ് തന്നെയാണ്. ഇതേപോലെ നല്ലൊരു സഡനായിട്ട് വലിയൊരു പ്രയാസം പറഞ്ഞ ഒരു രോഗിക്ക് എന്തെങ്കിലും പെട്ടെന്ന് നമ്മളെ ചികിത്സയിലൂടെ മാറ്റം വന്ന എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് പറയണ്ടോ സാറിന്? ഒരുപാടുണ്ട്. ഇപ്പോൾ നമ്മളടുത്ത് വരുന്ന കേസുകൾ ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞ് അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞിട്ട് കേസുകൾ. ഇപ്പം അടുത്ത് എടപ്പാള് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു പെൺകുട്ടി വിളിച്ച് അവിടെ അഡ്മിറ്റ് ചെയ്തിട്ട കേസാണ്. അഡ്മിറ്റ് ചെയ്തിട്ട് കിടക്കുമ്പോഴാണ് വിളിക്കണായിരുന്നു. അവരെന്താ പറയാന്ന് വെച്ചാൽ അവർക്ക് ശരിക്കും ആസ്മ അലർജിൻ്റെ അസുഖമുണ്ട്. സ്ഥിരമായി മരുന്ന് കഴിച്ചിരുന്നു. നമ്മളത് നിർത്തി സ്ഥിരമായിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുത്തപ്പോൾ നല്ല ആശ്വാസം ഉണ്ടായിരുന്നു. ഒരു ദിവസം രാത്രിയിൽ അവർക്ക് ബുദ്ധിമുട്ടെന്തോ വന്നിട്ട് കുറച്ച് യാത്ര ചെയ്തപ്പോൾ കുറച്ച് ശരീരമൊക്കെ ഇളകിയപ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ട് വന്ന് അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി. പാതിരാത്രിയാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവിടെ അഡ്മിറ്റ് ചെയ്ത് നെബുലൈസേഷനൊക്കെ കൊടുത്ത് ഒരു ഇഞ്ചക്ഷൻ കൊടുത്ത്. അവൾ വിളിച്ചിട്ട് പറഞ്ഞത് ഒരു ഇഞ്ചക്ഷൻ തന്നു എനിക്കിത് പെട്ടെന്ന് നിൽക്കാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ ഒരു റിയാക്ഷൻ ഇതിൽ എനിക്ക് ശരീരം മൊത്തം ചൊറിഞ്ഞു പ്രശ്നമായി. അപ്പോൾ പ്രശ്നമായപ്പോൾ ഈ ഡോക്ടർ
പിന്നെ അവര് ചെയ്യണത് ഈ ആസ്മ അലർജിനെ മാറ്റിയല്ല, പിന്നെ ഈ ചൊറിച്ചിലിനെ മാറ്റിയാണ്. അപ്പൊ ഇവർക്ക് ഇതാകെ പേടിയായപ്പോ എന്നെ വിളിച്ചു, ഞാൻ ഇപ്പൊ ഡിസ്ചാർജ് ചെയ്തിട്ട് വീട്ടിലേക്ക് ഇങ്ങോട്ട് വരാം, സാറിന്റെ അടുത്തേക്ക് വരാം, ട്രീറ്റ്മെന്റ് ചെയ്യുക. തീർച്ചയായിട്ടും എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ട് അവർ വന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് മാറ്റാൻ പറ്റും. അവർക്കും അറിയാം അത് മാറും എന്നുള്ളത്. അപ്പൊ ഇവര് ഇത് പെട്ടെന്ന് മാറ്റാൻ വേണ്ടി ആന്റിബയോട്ടിക്കും അതുപോലെ മറ്റു മരുന്നുകളൊക്കെ കൊടുത്ത് സപ്രസ് ചെയ്യുമ്പോൾ അതിന്റെ വേറെ റിസൾട്ടാണ് വരുന്നത്, സൈഡ് എഫക്റ്റ് ആണ് വരുന്നത്. ഇങ്ങനെ പല അനുഭവങ്ങളും ഉണ്ട്. സാറ് പെട്ടെന്ന് അലോപ്പതി മെഡിസിനും അതുപോലെ ഡിസ്ട്രിബ്യൂഷനും ഒക്കെ നിർത്തി മരുന്നില്ലാത്ത ഒരു ചികിത്സകനായ ആ സ്റ്റാർട്ടിങ് കാലഘട്ടവും അതേപോലെ ഇന്നിപ്പോൾ ഒരു 8-9 വർഷം കഴിഞ്ഞല്ലോ, ഇപ്പോഴും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം, ചികിത്സയിലുള്ള വ്യത്യാസമാട്ടോ ഉദ്ദേശിക്കുന്നത്, അത് എങ്ങനെയായിട്ടാണ് തോന്നിയത് സാറിന്? ആ ഒരു കോൺഫിഡൻറ്റ് കൂടിയോ, അല്ലെങ്കിൽ ഇപ്പോഴും അതിനെ വളരെ നിസ്സാരമായിട്ട് കാണുന്നതോ? ഇപ്പോൾ ഈ സംസാരത്തിൽ തന്നെ അങ്ങനെ തോന്നുന്നുണ്ട്. അത് നമ്മളടുത്ത് തീർച്ചയായിട്ടും നമ്മൾ എക്സ്പീരിയൻസ് വരും തോറും അതിന് എളുപ്പമായിട്ട് മാറുമല്ലോ. അതെ അതെ. ഏത് കേസ് വന്നാലും മുന്നേ ഈ ആസ്മ അലർജി കുറേ കാലം മരുന്ന് കഴിച്ച കേസുകൾ, ഈ ഇൻഹീലർ അടിക്കുന്ന കേസുകളൊക്കെ നമ്മൾ മരുന്നുകൾ നിർത്തുമ്പോൾ അത് എന്തെങ്കിലും ഒരു വിഡ്രോവൽ സിംറ്റംസ് ഒക്കെ ഉണ്ടാവും. മരുന്നുകൾ നിർത്തുമ്പോൾ ഉണ്ടാവും, പിന്നെ കുറയുള്ളൂ. അപ്പൊ അതൊക്കെ നമ്മൾ ആദ്യമൊക്കെ നമുക്ക് അതിനെ മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഫസ്റ്റിൽ എല്ലാവർക്കും ഉണ്ടാവും. അവരെ ലൈഫ് സ്റ്റൈൽ പോലെ ഇരിക്കും അത്. പക്ഷെ ഇപ്പൊ വളരെ സിമ്പിളായിട്ട് അതിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെയുള്ള കേസുകൾ. പിന്നെ എന്ത് കേസാണെങ്കിലും ഇപ്പൊ ഈ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ കേസുകളൊക്കെ വരും. അങ്ങനെ വരുമ്പോ ഞാൻ പറയാറുള്ളത് ശരിക്കും നിങ്ങൾ വീട്ടിൽ അഡ്മിറ്റ് ചെയ്ത് എടുക്കാനാണ് പറയാം. ഞാൻ പറഞ്ഞ കേസ് എത്രയോ നല്ല ചേഞ്ച് വന്നിട്ടുണ്ട്. അത് അഡ്മിറ്റ് ചെയ്യണമെന്ന് പറയുള്ളതെന്ന് പറയും, സാർ അടുത്തേക്ക് വരട്ടെ എന്ന് ചോദിച്ചാൽ വിളിക്കും. അപ്പൊ ആ വന്നോളാൻ പറയും. എന്നാലും ഞാൻ ഫസ്റ്റ് പറയുന്നത് വെച്ചാൽ നിങ്ങൾ വീട്ടിൽ അഡ്മിറ്റ് ചെയ്ത് കൊടുക്കുക. വീട്ടിൽ അഡ്മിറ്റ് ചെയ്താലൊരു മെച്ചം എന്താ, നിങ്ങൾ ബില്ലടക്കണ്ട. പിന്നെ രണ്ടാമതൊരു മെച്ചം എന്താന്ന് വെച്ചാല്, പഠിച്ചവനെ ഞാൻ ICUലാണല്ലോ, അഡ്മിറ്റ് ചെയ്ത് കിടക്കുകയാണല്ലോ, ഇനി എന്താവും ഇതിന്റെ അടുത്തത് എന്നുള്ള ചിന്ത വേണ്ട, വീട്ടിലാണ്. ആ ഒരു സന്തോഷം ഉണ്ടാവും. പിന്നെ നിങ്ങളെ അസ്വസ്ഥതകളാണ്, അത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ മാറും. അങ്ങനെ 3 ദിവസമെങ്കിലും നിങ്ങൾ വേറെ ജോലി ചെയ്യാതെ ഭക്ഷണം നന്നായി കുറച്ചിട്ട് റെസ്റ്റ് കൊടുക്കാൻ പറയും. 3 ദിവസം കഴിഞ്ഞാൽ അവരെന്നെ വിളിക്കും, നല്ല ചേഞ്ച് വന്നു പറഞ്ഞിട്ട്. ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഇതൊക്കെ വരും. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് ചികിത്സിക്കാൻ, അങ്ങനെ അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞ കേസുകൾ വരെ നമുക്ക് ചികിത്സിക്കാൻ പറ്റുന്നുണ്ട്. വലിയൊരു കാര്യമാണല്ലോ. പിന്നെ വേറൊരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മളിപ്പോൾ അലോപ്പതി മേഖല എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കാണുന്ന സമയത്ത് ഒരു റെസ്പെക്ട് കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു ശാസ്ത്രീയ ചികിത്സ, ഒരുപാട് ടെക്നോളജികൾ ഉപയോഗിക്കുന്ന, ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരു ചികിത്സയിൽ നിന്ന് നല്ല രീതിയിൽ ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റസ് ഒക്കെ ഉള്ള ഒരു ജോലിയിൽ നിന്ന് ഒരു മരുന്നില്ലാത്ത ചികിത്സകനാകുന്ന സമയത്ത് കുടുംബത്തിൽ നിന്ന് എന്തെങ്കിലും പ്രഷർ വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാ ഈ ഒരു ചികിത്സക്ക് പോകുന്നത്, അല്ലെങ്കിൽ ഈ ഒരു നീഡിലോണ്ട് ഇങ്ങനെ മാറുമോ ഇല്ലേ എന്നൊക്കെ സംശയമുള്ള ഒരു കാലഘട്ടം നിങ്ങൾക്ക് ആദ്യം ഉണ്ടായിണ്ടാവില്ലേ? അപ്പോൾ കുടുംബത്തിൽ നിന്നൊക്കെ കുത്തുവാക്ക് കിട്ടിയണോ സാറിന്? ഇല്ലില്ല. അതെന്താ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മെഡിക്കൽ ഫീൽഡിൽ ഉള്ളത് കൊണ്ട് ഞാൻ എൻ്റെ വീട്ടില് മൂത്ത ആളാണ്, താഴെയാണ് അനുജന്മാരൊക്കെ. ഒരാള് ഫാർമസിസ്റ്റ് ആണ്, അയാളെ ഞാൻ തന്നെ ഫാർമസിസ്റ്റ് ആക്കിയത്. ഞാൻ മെഡിക്കൽ ഫീൽഡിൽ ഉള്ളപ്പോ മെഡിക്കൽ ഫീൽഡിൽ ഉള്ളപ്പോ ഞാൻ തന്നെ അവനെ +2 സയൻസ് എടുപ്പിച്ച് ഞാൻ തന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ചേർത്ത് ഫുൾ ഐഡിയും പണമൊക്കെ എൻ്റെ തന്നെയാണ്. എന്നിട്ടും ഞാൻ അവനെ ഫാർമസിസ്റ്റ് ആക്കിയതിന് ശേഷം മോനിപ്പോഴും മെഡിസിൻ എടുത്ത് കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. ഞാൻ മരുന്നിനെതിരായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് രസം. പക്ഷെ അവന്റെ വൈഫ് അക്യുപഞ്ചറിസ്റ്റ് ആണ്. എന്റെ ഒരു അനുജന്റെ വൈഫ് 3 അക്യുപഞ്ചറിസ്റ്റ് ആണ്. ഗൾഫിലെ മിനിസ്ട്രിയില് മെഡിക്കൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ്. പക്ഷെ അവർക്കൊക്കെ അറിയത്, അവന്റെ മക്കൾക്കൊന്നും മെഡിസിൻ കൊടുക്കൂല. വൈഫ് ചികിത്സിക്കാൻ വൈഫ് തന്നെ ചികിത്സിക്കും. നമ്മള് പാലക്കാട് പോയി ചികിത്സിച്ചെന്ന് പറയില്ലേ, ആ ചികിത്സിച്ച് വന്നപ്പോ വൈഫിനെ ചികിത്സിച്ചപ്പോ വൈഫ് തന്നെ എന്നോട് പറഞ്ഞത്, അക്യുപഞ്ചർ പഠിച്ചൂടെ, അത് നല്ലൊരു പ്രൊഫഷണൽ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ കാരണം രോഗം മാറുക എന്നുള്ളത് ഇപ്പോ വലിയൊരു ഹോസ്പിറ്റല് കെട്ടി 8-10 വർഷം ഒരു ഡോക്ടറായിട്ട് പഠിച്ചു വരുന്ന അവരെ ലക്ഷ്യം എന്താ? ശരിക്ക് രോഗം മാറ്റാം. ആ രോഗം നമ്മൾ മാറ്റുന്നില്ലേ? വളരെ സിമ്പിൾ ആയിട്ട് മാറ്റില്ലേ? ലോജിക്കലി നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. 1 വർഷം മാത്രം പഠിച്ച് ഒരുപാട് വർഷം പഠിച്ച ആൾക്കാർ കഴിയൊഴിഞ്ഞ കേസുകൾ പോലും
പക്ഷേ ഒരുപാട് ഇതില് മാറ്റങ്ങൾ വേറെ വരുന്നുണ്ട്. വിഷയമുണ്ട്. നമുക്ക് അറിയാലോ, പഠിച്ച ഒരാൾക്ക് അറിയാം ഇത് മാറ്റാൻ കഴിയുമെന്ന്. ആ, പിന്നെ നമ്മുടെ അടുത്ത് വരുന്ന രോഗികൾ അവരിതൊന്നും നോക്കിയിട്ടൊന്നല്ല വരിക. അതെ അതെ. അവര് സത്യത്തിൽ അക്യുപഞ്ചർ ആണത് ചികിത്സ, നീഡില് ചികിത്സയാണ്, 4G പാലിക്കണം എന്നുള്ളതൊന്നും നോക്കിയിട്ടല്ല അവര് വരുന്നത്. അതെ അതെ ശരി. അവരെങ്ങനെ വരുന്നതെന്ന് വെച്ചാല് അവര് പല ചികിത്സയും ചെയ്തിട്ട് ചിലപ്പോ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമോ, അപ്പൊ കൂടെ ഒരാള് ബസ് നിൽക്കുന്നുണ്ടെങ്കിൽ അയാള് എന്താ ഇവിടെ നിൽക്കണമെന്ന് വെച്ചാൽ അങ്ങനെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് തരികയാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഡോക്ടർ ഉണ്ട്, വേണമെങ്കിൽ കാണിച്ചോളൂ എന്ന് അവിടുന്ന് ചിലപ്പോ നമ്മുടെ നമ്പർ കിട്ടിയിട്ടുണ്ടാവും. അത് ശരി. അല്ലെങ്കിൽ പുറത്തുനിന്ന് എങ്ങനെയും അറിയാതൊക്കെ ആരെങ്കിലും ഫാമിലിയിൽ നിന്നൊക്കെ ഈ രോഗത്തിന് ഇത് ചെയ്തോളൂ, മരുന്നില്ലാത്ത ചികിത്സ, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തൊരു ഡോക്ടർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വിടുന്നതാണ്. അപ്പൊ അവരിങ്ങനെ നോക്കിയിട്ട് വരുന്നത് എന്ത് ഡോക്ടറാണ്, ഏത് ഡിപ്പാർട്ട്മെന്റ് ഒന്നും അറിയില്ല. നമ്മൾ ഇവിടെ നിന്ന് ഇരുത്തിയിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോഴാണ് അവർ അക്യുപഞ്ചറാണ്, അപ്പൊ 1 വർഷം പഠിച്ചിട്ടുള്ളൂ എന്ന് പറയില്ലല്ലേ നമ്മള്. നമ്മള് അവരെ രോഗം മാറ്റി കൊടുക്കാന്നാ പറഞ്ഞത്. ഇനിയിപ്പോ വേറെ ഒന്ന് പറഞ്ഞുതരാം. ഈ അക്യുപഞ്ചറിസ്റ്റുകൾക്കുള്ളൊരു ഏറ്റവും വലിയൊരു ഗുണം എന്താന്ന് വെച്ചാല് നമ്മളടുത്ത് വരുന്ന ഒരു 80% കേസുകളും എല്ലാ ചികിത്സയും ചെയ്തിട്ട് ഭേദമില്ലാതെ വരുന്നതാണ്. അപ്പൊ അവർക്ക് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്ത് കൊടുത്തിട്ട് ആ അസുഖം മാറ്റിയെടുക്കുമ്പോൾ ആ രോഗിക്ക് ഏറ്റവും വലിയ ഡോക്ടർ ആരാ? നമ്മൾ തന്നെയാണ്. ആരാണോ അവർ രോഗം മാറ്റിയത് അതില് 1 വർഷം അല്ലെങ്കിൽ 5 വർഷം 10 വർഷം വലിയ ഹോസ്പിറ്റലും ഗവൺമെന്റും ഇതൊന്നല്ല, സപ്പോർട്ട് ഇതൊന്നല്ല. അവർക്ക് ആവശ്യം അവരാ അസ്വസ്ഥത മാറിയതും അവരാ ബുദ്ധിമുട്ട് മാറിയതും നമ്മളെ കൊണ്ടാണെങ്കിൽ നമ്മൾ തന്നെ അവർക്ക് വലിയ ഡോക്ടർ. സത്യമാണ്. എനിക്ക് തലശ്ശേരി ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. അവള് BDS പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾക്ക് എല്ലാ ജോയിൻറ്റും പെയിൻ നമ്മുടെ അടുത്ത് വന്ന് ചികിത്സ ചെയ്ത് എനിക്ക് തോന്നുന്നു 4 മാസം ചികിത്സ ചെയ്തിട്ടുള്ളൂ. പിന്നെ നമ്മുടെ അടുത്ത് വന്നില്ല. പിന്നെ ഉണ്ട് അവരെ ഉമ്മയും ഉപ്പയും വരുന്നു ചികിത്സക്ക്. മാറിയെന്ന് അറിയുന്നുണ്ടല്ലോ. അങ്ങനെയാണ് ഇതിങ്ങനെ ഒരു അനുഭവത്തിൽ നിന്നും അനുഭവത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയാം അല്ലേ? അങ്ങനെ തന്നെയാണ് മെയിൻ. അതാണ് ശരിക്കും ഞാൻ മനസ്സിലാക്കിയുള്ളത്. മൗത്ത് പബ്ലിസിറ്റി തന്നെയാണ്, അത് തന്നെയാണ് വിജയിക്കുള്ളൂ. അതെ. നമ്മളിപ്പോ ഒരു ഭക്ഷണം ഉണ്ടാക്കി, ഒരു ഹോട്ടലിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിലും അത് ഒരാൾ കഴിച്ച് എത്ര നല്ല ഡെക്കറേഷൻ ചെയ്തിട്ട് കാര്യമുണ്ടാ, എത്ര നല്ല പേരിട്ടിട്ടും കുറെ സ്റ്റാഫുകൾ നല്ല ടിപ് ടോപ്പ് ആയിട്ട് കാര്യമുണ്ടാ, ഈ കഴിക്കുന്ന സാധനം മോശമാണെങ്കിൽ ആരെങ്കിലും കയറും? മൗത്ത് പബ്ലിസിറ്റി ആ കഴിച്ചോട്ടെ അവിടുന്ന്. അപ്പൊ അവരവിടെ ബോർഡും നോക്കൂല, സ്റ്റാഫുകളും നോക്കൂല, ആ ഫുഡ് സൂപ്പറാന്ന് പറഞ്ഞാൽ നമ്മൾ കയറി. ഇതേപോലെ രോഗിക്ക് കിട്ടേണ്ട ആവശ്യം എന്താ? റിസൾട്ട് തന്നെയാണ്. ആ റിസൾട്ട് കറക്റ്റ് കിട്ടിയാൽ ഇവിടെ നമ്മൾ എവിടെ പോയിരുന്നാലും അവിടേക്ക് വരും. നമ്മൾ ഏത് ബുക്കിൽ പോയിരുന്നാലും ഓടി വരും. അത് വലിയൊരു അങ്ങനെ ഒരുപാട് ഞാൻ അതിനെ ശരിക്കും അനലൈസ് ചെയ്തിട്ടുണ്ട്. കാരണം രോഗികൾക്ക് ഉണ്ടല്ലോ ചില പ്രായമുള്ള സ്ത്രീകളൊക്കെ വന്ന് കാണിച്ചിട്ടുണ്ടാവും, കാണിച്ചാൽ ഒരു അസുഖം മാറിയിട്ടുണ്ടാവും കേട്ടോ. എന്നിട്ട് എന്തെങ്കിലും വേറെ പിന്നീടൊക്കെ അസുഖം വന്നാൽ നമ്മളടുത്ത് തന്നെ വരാൻ നിൽക്കും. അപ്പൊ കൂടെ വീട്ടിലുള്ളവര് ചിലപ്പോ അത് വേണ്ടാന്നൊക്കെ പറയും, എന്നാലും ഇവര് നമ്മളെ വന്ന് കാണും ഉറപ്പാണ്. കാരണം എന്താ, അവർക്ക് ആ അന്ന് കിട്ടിയ ആ റിസൾട്ട് മറക്കൂല അവര്. അതെ. എന്തായാലും അക്യുപഞ്ചർ പഠനത്തിലേക്ക് ആൾക്കാർ കൂട്ടം കൂട്ടായിട്ട് വരുന്നതിന്റെ പ്രധാന കാരണം അവരനുഭവിച്ച സ്വശരീരത്തിന് അനുഭവിച്ച പല പ്രയാസങ്ങളും മരുന്നില്ലാതെ എങ്ങനെ മാറി എന്നൊരു ക്യൂരിയോസിറ്റി തന്നെയാണ് ഈ രീതിയിൽ ഇതിവിടെ പടർന്ന് പന്തലിക്കുകയാണ്. അതിന് ഉത്തമ ഉദാഹരണങ്ങളായിട്ട് നമുക്ക് ഒട്ടനവധി അക്യുപഞ്ചറിസ്റ്റിനെ കാണാൻ കഴിയും. അതേപോലെ തന്നെ ചികിത്സ സ്വീകരിക്കുന്നവരെയും കാണാൻ കഴിയും. മരുന്നില്ലാത്ത ഒരു ചികിത്സക്ക് എനിക്ക് ഗ്യാരണ്ടി പറയാൻ കഴിയും അല്ലെ സാറേ, ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല. ഈ രീതിയിൽ നമുക്ക് മുന്നേറാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഇത് ജനങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ടു ഓൾ.